ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട്, പക്ഷേ ഇന്ന് നമ്മൾ എന്നും ഇടുന്നതിനെക്കാട്ടി ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ്. കാരണം ഞാൻ വീഡിയോ ഇടുന്ന നാൾ തൊട്ടിട്ട് കുറേ ആളുകളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എവിടെയാണ് സ്ഥലം എന്ന്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കമൻറ്റ് ഇടുന്ന ആളുകളിൽ റീപ്ലൈ ആയിട്ട് കമൻറ്റ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, നമ്മുടെ മലപ്പുറത്താണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറത്താണ് എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ആളുകൾ മലപ്പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ മിക്കവാറും തിരിച്ച് ചോദിക്കും മലപ്പുറത്ത് എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ പറയും പൊന്നാനിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയണ്ടല്ലോ. പൊന്നാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും മലപ്പുറത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനി തന്നെയാണ് അല്ലേ. അപ്പോൾ പൊന്നാനി എന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും പൊന്നാനിയിൽ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം. അത് നമ്മൾ ആരായാലും നമ്മൾ പൊന്നാനിക്കാരുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദിച്ചു പോകും പൊന്നാനിയിൽ എവിടെയാണ് എന്നുള്ളൊരു. അപ്പോൾ പൊന്നാനിയിൽ എവിടെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു സസ്പെൻസ് പൊളിക്കാൻ പോകണം. ഏറെക്കുറെ ഒരു സ്ഥലം കണ്ടപ്പോൾ കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പൊന്നാനി എങ്ങനെ നമ്മുടെ മലപ്പുറത്ത് ഫേമസ് ആണോ അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ മലപ്പുറത്ത് പൊന്നാനിയിൽ നമ്മുടെ കർമ്മ റോഡ്. അപ്പോൾ ഈ കർമ്മ റോഡിലാണ് കേട്ടോ എൻ്റെ വീട്. കർമ്മ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ കർമ്മ റോഡ്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ എൻ്റെ വീടുള്ളത്. കുറേ വർഷങ്ങളായി നമ്മളിവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്രയും നാളായിട്ട്. അപ്പോൾ കുറേ കമൻസായി എനിക്ക് വരുന്നു, ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസ് വിട്ടിട്ട് ഇത്തരത്തിലുള്ള കമൻറ്റ് എന്താ പറയുക, നമ്മുടെ ഫാമിലി വ്ളോഗ് എന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാമോ, പാട്ടേറ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ആളുകൾ കുറേ കമൻസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ഇടാത്തത്. ഇതിപ്പോൾ എൻ്റെ വീടാണ് കേട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് പൊന്നാനിൽ. അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ വീടാണ് കർമ്മ റോഡിൽ. അപ്പോൾ നമ്മുടെ കർമ്മ റോഡിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയും നമുക്ക് പറയാൻ പറ്റുന്നു. ഇപ്പോൾ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ വൈകിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് കർമ്മ റോഡ്. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു വില അറിയില്ല എന്ന് പറയുന്ന പോലെ നമ്മളങ്ങനെ എപ്പോഴും വരാറൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് കർമ്മ റോട്ടിക്ക് എന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ വരും. അവിടെ നിന്ന് ഇങ്ങോട്ട് കർമ്മ റോട്ടിക്ക് വരും. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ അധികം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമുക്ക് എന്താ പറയുക, നമ്മളെടുത്താകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കളിച്ച് വളർന്നിട്ടുള്ള സ്ഥലമാണ്. അന്നൊന്നും ഇത്രയും ഇതില്ല കേട്ടോ. അന്നൊക്കെ പുഴ എന്നൊക്കെ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് പുഴ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലത്തെ പുഴ. അന്നെന്ന് വെച്ചാൽ പുഴ എന്നൊക്കെ പറയുന്നത് ഇത്ര അടുത്തൊന്നും ആയിരുന്നില്ല കേട്ടോ, കുറേ ലോങ് ആയിരുന്നു പുഴ. പക്ഷെ ഇപ്പം ഇങ്ങനെ മണ്ണെടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങോട്ട് അടുത്തൊക്കെ ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇവിടെ അത്യാവശ്യം വിട്ടിട്ടുണ്ട് നമ്മുടെ വീട്. പെട്ടെന്നൊന്നും കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം, കർമ്മ റോട്ടിൻ്റെ സൈഡിലാകുമ്പോൾ പെട്ടെന്ന് വെള്ളം വരുന്നൊക്കെ. അങ്ങനെ പെട്ടെന്നൊന്നും വെള്ളം വരില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് എന്താ പറയുക, നന്നായിട്ട് ഈ ഡാമുകളൊക്കെ തുറക്കില്ല. ആ ഒരു ടൈമിലൊക്കെ വെള്ളം കയറുക എന്നല്ലാണ്ട് ചെറിയൊരു മഴ പെയ്യുമ്പോൾ അങ്ങനെ അത്യാവശ്യം അങ്ങനെ മഴ പെയ്യുമ്പോൾ അങ്ങനെയൊന്നും വെള്ളം കയറില്ല. ലാസ്റ്റായിട്ട് പ്രളയം വന്ന ടൈമിൽ നമ്മുടെ ഇവിടെയൊക്കെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം വീടുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമുക്കൊന്നും വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളം വന്ന് അതേ സ്പീഡിൽ തന്നെ ഇറങ്ങിപ്പോയി എന്നൊക്കെ നമ്മൾ പറയില്ല, അതേ ഒരു ലെവലിൽ പോയിട്ടാണ്. നമുക്ക് ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ കർമ്മ റോഡിൻ്റെ ഭംഗി പറയണ്ടല്ലോ അല്ലേ. പറയാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല വ്ളോഗേഴ്സ് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മ റോഡിൻ്റെ ഒരു ലാസ്റ്റിലായിട്ടുള്ളൊരു പൊസിഷനാണ്. അത് കുറേ ആളുകൾ ഇതിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏറ്റവും എന്താ പറയുക, നല്ല വൃത്തിയും ക്ലീനൊക്കെ ആയിട്ട് ഇരിക്കുന്ന സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഭാഗത്തേക്ക് അധികം ആരും വരാറില്ല. പക്ഷേ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായതുകൊണ്ട് അങ്ങോട്ടാണ് ആളുകൾ കുറേ പോവാറ്. പക്ഷേ ഇവിടെ നല്ല രസമാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി വൈബായിട്ട് നല്ല ഈവനിങ്ങിലൊക്കെ വന്നാൽ നല്ല ഫോട്ടോസൊക്കെ നമുക്ക് കാച്ചാം. ഇവിടെ തന്നെ കുട്ടികളൊക്കെ പിന്നെ കുട്ടികളൊക്കെ ഓടി കളിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ മോളാണ് കേട്ടോ, ഈ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട്. അവളും ഇങ്ങോട്ട് വരുമ്പോൾ നല്ല. അപ്പോൾ ആളധികം ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോഴാണ് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങണുള്ളൂ. അങ്ങനെ ഒരു ഭാഗം ഉണ്ടെന്ന് ആൾക്ക് അറിയില്ല. അങ്ങനെ ആളിതാ ഭയങ്കര ഓടിക്കളിയിലാണ്. പിന്നെന്താണ്, അപ്പോൾ നമ്മൾ ഇനി നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ വീഡിയോസ് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. കുറേ ആളുകളായി പറയുന്നത് അങ്ങനത്തെ കണ്ടൻറ്റ് വീട് താത്ത, മറ്റുള്ളവരുടെ കാര്യം എന്തിനാണ് നോക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കാണിക്കൂ, അതാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകളൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാത്തത്. എന്നാലും മാക്സിമം നോക്കാം. ഇവിടെ രാവിലെ തന്നെ ഒരാൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഭയങ്കര മയക്കത്തിലാണ്. ഇവിടെ കുറച്ചും കൂടി കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഓടി നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ വലുതായതിനു ശേഷമാണ് ഇങ്ങോട്ടൊന്നും അധികം വരാത്ത. ചെറുതാകുമ്പോൾ ഇവിടെയൊക്കെ തന്നെ അങ്ങനെ കളിച്ചുരുണ്ട് ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിച്ചിങ്ങനെ നടന്നേ തന്നെ. ഇതൊരു കസിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഇത് പിന്നെ എൻ്റെ മോള്. ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ചെറുതാകുമ്പോൾ മണ്ണെടുത്ത ചെറിയ കുഴികളൊക്കെ തന്നെയാണ്. ചെറിയ കുഴികളായിട്ട് കുറേ കാണാം.
ഇത് നമ്മുടെ പുഴയുടെ അങ്ങോട്ടൊക്കെ പിന്നെ പോയിട്ട് നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കർമ്മ റോഡ്. ഇനി എൻ്റെ വീട് എവിടെയാണെന്ന് ആരും ചോദിക്കേണ്ട. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. നമ്മൾ പൊന്നാനി അറിയുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മ റോഡ് എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും. പിന്നെ രാവിലെ ആയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ 6-7 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ. കാരണം ആ ടൈമിൽ ഇവിടെ ആളുകൾ കുറവാകും, പിന്നെ വെയിലും കുറവാകും. ആ ഒരു ടൈമിലാണ് ഞാൻ ഇവിടെ തന്നെ വീഡിയോ ഇപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. നല്ല രസമാവും. ഞാൻ വന്നപ്പോൾ തൊട്ട് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇറങ്ങിയൊരു വീഡിയോ എടുക്കണം. നമ്മുടെ കുറേ ആയി നമുക്ക് കമൻസ് വരുന്നത് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ സ്ഥലം എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട്. ഈ സ്ഥലം അറിയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കുറേ ആളുകൾക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കർമ്മ റോഡിൽ നിന്ന് അവിടുന്ന് നമ്മുടെ എന്താ പറയുക ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നാലുള്ള ഒരു ഇതാണ്. അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ഇടണം കേട്ടോ. നല്ല രസമല്ലേ, ഫുള്ള് വൈബാണ് കേട്ടോ. നമ്മളിവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. നമുക്കൊന്ന് ഈവനിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഭയങ്കര കളിയിലാണ് ഉണ്ടാവും.